നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളെ. ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളും തളർച്ചകളും നന്മയായി മാറ്റുന്ന ഞങ്ങളുടെ വലിയവനായ കർത്താവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം എന്നും സമാധാനത്തിലും സ്വസ്ഥതയിലും മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ഇടവരുത്തുന്നത് കൊണ്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മുൻപിൽ സമയം ചെലവഴിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തോട് ചേർന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയ്ക്ക് മഹത്വം കരേറ്റുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം, ഇന്നത്തെ ഈ കൂടിവരവിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യവും ഞങ്ങളുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തണമേ. ഈ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും വ്യക്തിപരമായി അങ്ങ് സന്ദർശിക്കണം. അവരുടെ മേലുള്ള ദൈവകൃപയെ അവിടുന്ന് വെളിപ്പെടുത്തണം. കർത്താവിന്റെ മുൻപിൽ ഞങ്ങൾ അടുത്തു വരികയും ഞങ്ങളുടെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിന്റെ മുമ്പിൽ പകരുകയും ചെയ്യുമ്പോൾ ഏത് ഹൃദയത്തെയും ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഉണ്ടായി ബലം നൽകി ഞങ്ങളെ വഴി നടത്തും. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു തമ്പുരാന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങളും വ്യാകുലങ്ങളെല്ലാം ദൈവത്തോട് തുറന്നു പറയാം. കർത്താവിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം എന്നാരംഭിക്കുന്ന കൂട്ടായ്മ ഗീതം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാവുന്ന. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു.
അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അളവുകളില്ലാത്ത അനന്തമായ സ്നേഹം നമ്മുടെ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മെ വഴി നടത്തുന്നതുകൊണ്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 17 വാക്യം മുതൽ നമ്മൾ ഇന്ന് വായിച്ച് മുൻപോട്ട് പോവുകയാണ്. അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിന്റെ ജീവിതത്തിൽ കണ്ടെത്തുന്ന വ്യത്യസ്തമായ സ്വഭാവങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം. 45 കാര്യങ്ങളാണ് ഇന്നലെ വരെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടുവന്നത്. ഇന്ന് 46ാമത്തെ കാര്യം ലളിതമായ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പ്രസ്താവിക്കുകയാണ്. അതിന്റെ 17ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് ഞാൻ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 16-17. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന്റെ അതിപ്രധാനമായ നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് കർത്താവിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ജീവിതം നമുക്കുണ്ടാകുക എന്ന് തന്നെയാണ്. ചോദ്യം ചെയ്യാതെ കർത്താവിനെ അനുസരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഈ വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുന്നവരുടെ അനുഗ്രഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടാകും എന്ന നിത്യമായ അനുഗ്രഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഇവിടെ കർത്താവ് നമുക്ക് തരികയാണ്. കർത്താവിനെ ത്യാഗപൂർവം പിൻപറ്റുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വേദപുസ്തകം പറയുന്നുണ്ട്, കഷ്ടതയിലും വേദനയിലൊക്കെ ഞാൻ നിന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ഐശ്വര്യമായി നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ അബ്രഹാമിന്റെ ജീവിതത്തിൽ പിന്നീട് സന്തതി പരമ്പരയിലൂടെ അല്ലെങ്കിൽ അവന്റെ വസ്തുവകയിലൂടെയൊക്കെ അബ്രഹാമിനുണ്ടായ അനുഗ്രഹത്തിന്റെ വലിപ്പം വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അബ്രഹാമിനെ പോലെ സമ്പത്ത് കൊണ്ടും പുത്ര സമ്പത്ത് കൊണ്ടും അല്ലെങ്കിൽ പരിചാരക സമ്പത്ത് കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട അധികം ആളുകൾ വേദപുസ്തക ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയുന്നതല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വിശ്വാസത്തിൽ നിലനിന്ന അബ്രഹാമിനെ നമ്മൾ വളരെ വ്യക്തമായി നമ്മളൊന്ന് പഠിക്കണം. നമുക്ക് അനുഗ്രഹം ആവശ്യമാണ്. എങ്ങനെയാണ് അനുഗ്രഹം വരുന്നത്? അനുഗ്രഹത്തിന് വേണ്ടി കുറുക്കുവഴികൾ എന്തെങ്കിലും ഉണ്ടോ? അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മുടെ അനേകരുടെ ചോദ്യമാണ്. അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് പുറകെ നമ്മളെല്ലാം ഓടും. നമ്മൾ വിചാരിക്കും ആരുടെയെങ്കിലും നന്മ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹം നേടിയെടുക്കുമെന്ന് നമ്മൾ വിചാരിക്കും. തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അനുഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമല്ല. പിന്നെയോ അനുഗ്രഹം നൽകുന്നത് എപ്പോഴും ദൈവമാണ്. സ്ഥായിയായ അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം, തലമുറകൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന അനുഗ്രഹം. ലോകത്തിൽ ഇതൊന്നുമല്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലെ? അനുഗ്രഹമെന്ന് ലോകം വിലയിരുത്തുന്ന പലതിനെയും നമ്മൾ കാണാറുണ്ട്. ഉദാഹരണം, സാമ്പത്തികമായി
കട്ടും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചൊക്കെ ഉണ്ടാക്കി ഒരുപാട് സ്വത്തുണ്ടാക്കുന്നവരെ നമ്മൾ പറയും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലോകപ്രകാരം അല്പസ്വല്പം നന്മകളും വലിയ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരെ കുറിച്ച് നമ്മൾ പറയും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ അത് പലപ്പോഴും നമുക്കറിയാം, അവരെ വിട്ട് പറന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവരെ വിട്ട് അകന്നു പോകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ പ്രസ്തുത ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വ്യക്തമായി ഞാൻ പറയാം, ദൈവത്തിൽ നിന്ന് ഐശ്വര്യം ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് മാത്രമേ അത് തലമുറകൾക്ക് അനുഭവിക്കാൻ തക്കവണ്ണം അനുഗ്രഹമായി തീരുകയുള്ളൂ എന്ന് നമ്മൾ വ്യക്തമായി തിരിച്ചറിയുക. അത് ദൈവത്തിൽ നിന്ന് മേടിക്കുന്ന അനുഗ്രഹമായി. ദൈവത്തിൽ നിന്ന് എങ്ങനെ അനുഗ്രഹം വരുന്നത്? അവനോടുള്ള ബന്ധത്തിൽ കൃത്യമായി നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് കർത്താവിന്റെ ഇഷ്ടം 100% മനസ്സിലാക്കി അതിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുക. ഇവിടെ അബ്രഹാം പ്രത്യേകിച്ചൊന്നും ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എന്നെ സമ്പന്നനാക്കണമെന്ന് അബ്രഹാം പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എന്നെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർത്തണമെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞതായി കാണുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള ആ കാഴ്ചപ്പാടിനേക്കാൾ, ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് നമ്മളുമായിട്ട് അടുത്ത് ഇടപെട്ട് നല്ല രീതിയിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹത്തിന്റെ ഒരു ഓഹരി നിശ്ചയമായും ആ കുഞ്ഞിനുള്ളതാണ്, അല്ലേ? ആ കുഞ്ഞിനുള്ളതാണ്. ധൂർത്തപുത്രന്റെ കഥ പഠിപ്പിക്കുമ്പോൾ മൂത്ത മകന്റെ ഒരു ചോദ്യമുണ്ട്, ഞാൻ ഇത്രയും നാളപ്പാ നിന്റെ കൂടെ തെറ്റുകളൊന്നും ചെയ്യാതെ ഇരുന്നിട്ടും നീ എനിക്ക് ഇതുവരെ പ്രകാരമുള്ള ഒരു സ്വീകരണമൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ അപ്പൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മോനെ, നീ എന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് എന്റെ അനുഗ്രഹത്തിന്റെ എല്ലാം ഓഹരി നിനക്കുള്ളതാ, നീ അത് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര വ്യക്തമായി പഠിപ്പിക്കലാണല്ലേ? നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ വേണമോ അതെല്ലാം ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. നമുക്ക് എന്തൊക്കെ നന്മകൾ വേണമോ, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ വേണമോ, ഇതൊക്കെ ദൈവദത്തമായി നമ്മൾ ഏറ്റെടുക്കാൻ കഴിയും. ഇവിടെ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറയുന്ന വാക്ക് നോക്കിയേ, ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ വേദഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഏറ്റെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, കർത്താവിൽ നിന്ന് നന്മ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു മാനസിക ഒരുക്കം അത് നമുക്ക് ഉണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. അനുഗ്രഹം നേടാനായി കുറുക്കുവഴികളൊന്നുമില്ല. നിലനിൽക്കുന്ന തലമുറകൾക്കും കൂടെ വേണ്ടിയുള്ള അനുഗ്രഹം നേടാൻ മറ്റ് കുറുക്കുവഴികളൊന്നുമില്ല. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏതൊരു മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏതൊരു മനുഷ്യനും ഭാഗ്യവാൻ എന്നുള്ള ദൈവവചനത്തിന്റെ പ്രസ്താവന നമ്മൾ ഒരു കാലത്തും മറന്നുപോകാതിരിക്കുക. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും എന്നാണ്. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ പിന്നീട് അനുഗ്രഹം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, എന്ന് ദൈവത്തെ കണ്ടുമുട്ടിയോ അന്നു മുതൽ ഇങ്ങോട്ടുള്ള അവന്റെ ജീവിതം മുഴുവൻ അവൻ എങ്ങനെ ക്രമീകരിച്ചു എന്ന പഠനത്തിലൂടെ നമുക്കത് വളരെ വ്യക്തമായി തിരിച്ചറിയാം. പലപ്പോഴും അനുഗ്രഹത്തെക്കുറിച്ച് അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് യാദൃശ്ചികമായി കിട്ടുന്ന, ഇപ്പൊ ലോട്ടറി അടിക്കുന്നത് പോലെ സംഭവിക്കുന്ന എന്തൊക്കെയോ കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. എത്രയോ വർഷം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിന്നതിന്റെ ഫലമാണ് അബ്രഹാമിന് ലഭ്യമാകുന്ന ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എന്നതും നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് വന്നു, പ്രാർത്ഥിച്ചു, ഉപവാസമെടുത്തു, അതിലൂടെ അനുഗ്രഹങ്ങളെ മുഴുവൻ നേടിയെടുക്കാം എന്നുള്ള ചിന്തയല്ല. കർത്താവ് പറഞ്ഞിട്ടുള്ളത്, നീ എന്റെ സന്നിധിയിൽ ഇളകാതെ മാറാതെ ഉറച്ചു നിന്നാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. നീ എന്റെ മുൻപിൽ ഇളകാതെ മാറാതെ ഉറച്ചു നിന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അപ്പോൾ ഈ ഒരു തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ വരുന്ന
ആളുകളോട് ദൈവത്തിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവസന്നിധിയിലേക്ക് പെട്ടെന്ന് വന്നു, നന്മ മേടിച്ചു, തിരിച്ചുപോയി. അങ്ങനെയുള്ള ജീവിതത്തോട് ദൈവത്തിന് ഒരു താല്പര്യമില്ല. പിന്നെയോ കർത്താവ് ചോദിക്കുന്നത്, നിന്റെ തലമുറയെ, നിന്റെ സമൂഹത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിച്ച് വഴി നടത്താം, പക്ഷേ നിന്റെ ജീവിതകാലം മുഴുവൻ നീ എന്നോട് വിശ്വസ്തതയാചരിച്ച് മുൻപോട്ട് പോകണം. അബ്രഹാമിന്റെ ജീവിതം എങ്ങനെയായിരുന്നു മുൻപോട്ട് പോയത്? ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് വന്ന് നന്മ നേടി തിരിച്ചു പോകാമെന്ന് വിചാരമുള്ള ആളായിരുന്നില്ല. പിന്നെയോ ജീവനുള്ള ദൈവത്തെ എന്ന് കണ്ടുമുട്ടിയോ? തന്നെ എപ്പോഴും കാണുന്ന ദൈവത്തെ എന്ന് തിരിച്ചറിഞ്ഞു. ആ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ എന്ന് പ്രവേശിച്ചോ, അന്നു മുതൽ മരണം വരെയും ആ ദൈവത്തോടുള്ള നല്ല ബന്ധം തുടർന്ന് ദൈവത്തിൽ നിന്ന് നന്മ നേടിയവനാണ് അബ്രഹാം. ഈ തിരുവചനം പ്രിയരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ ഇത് വെളിപ്പെട്ടു വരുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യങ്ങളുണ്ട്. നമ്മെ അറിയുന്നവനായ ദൈവം, നമ്മെ കാണുന്നവനായ ദൈവം, നമ്മെ വഴി നടത്തുന്നവനായ ദൈവം എത്ര വിശ്വസ്തയോടുകൂടിയാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കുഞ്ഞെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, പക്ഷേ എന്റെ വചനത്തിനും എന്റെ ഹിതത്തിനും വിരുദ്ധമായി നന്മ മാത്രം മതി എന്നുള്ള ചിന്തയോടെ വരുന്ന ഒരുവനെ ഒരു വിധത്തിലും എനിക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. വേദപുസ്തകം പറയുന്നത്, നന്മകളും അനുഗ്രഹങ്ങളെല്ലാം ദൈവം കൊടുക്കുന്നത് ദൈവം ജീവനുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നന്മകളും അനുഗ്രഹങ്ങളെല്ലാം ദൈവം ദാനമായി കൊടുക്കുന്നത്. അല്ലാതെ നന്മ നേടാൻ വേണ്ടി, അനുഗ്രഹം നേടാൻ വേണ്ടി മാത്രം ഒരു ദൈവം വേദപുസ്തകത്തിൽ ഒരിക്കലും പറയുന്നില്ല. ദൈവത്തിന് മുൻപിൽ സ്വയം നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ നിലനിന്ന് പ്രവർത്തിക്കാനായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, അവിടെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യം സാധ്യമാകുന്നത് എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയുന്നു. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാടും അബ്രഹാമിന്റെ കാഴ്ചപ്പാടും തമ്മിൽ വളരെ അന്തരമുണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നന്മ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പിന്നാലെ ഓടി നടക്കുവാൻ ആളുകൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. നന്മ കിട്ടാൻ വേണ്ടിയല്ല നീ എന്റെ പിന്നാലെ വരേണ്ടത്. പിന്നെയോ നീ എന്റെ പിന്നാലെ വരുമ്പോൾ ഞാൻ നിനക്ക് നന്മ തരും. നീ എന്റെ വഴിയിൽ ഉറച്ചു വിശ്വസിച്ച് നടക്കുമ്പോൾ, നീ എന്നോടുള്ള ഉടമ്പടിയിൽ നീ ഉറച്ചു നിൽക്കുമ്പോൾ, എന്നോടുള്ള വാഗ്ദത്തത്തിൽ അല്ലെങ്കിൽ എന്നോടുള്ള വാക്കുകളിൽ, മനോഭാവത്തിൽ നീ എന്നോട് നല്ല ബന്ധം പുലർത്തുമ്പോൾ, എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക് നീ പാലിക്കുമ്പോൾ, എന്റെ ആഗ്രഹത്തിന് അനുസരണമായി നിന്റെ ജീവിതം നീ ക്രമപ്പെടുത്തുമ്പോൾ, നിനക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും, സ്വർഗത്തിലെ സകല നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും എന്നതാണ് തിരുവചനത്തിൽ നമ്മൾ വളരെ വ്യക്തമായി തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ ഈ നവീനമായ ഉപദേശങ്ങളിൽ പലതും ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് അവന്റെ പിന്നാലെ നമസ്കരിക്കുക എന്ന മനോഭാവത്തോടെ വരുന്നതേയില്ല. ഇന്ന് അനേകം ആളുകൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ വരുന്നത് നന്മ പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രം. ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്റെ മുൻകാല വിശ്വാസത്തിലും ക്രിസ്തീയ വിശ്വാസത്തിലും വരുമ്പോൾ ഇത് തമ്മിലുള്ള താരതമ്യ പഠനം ഞാൻ നടത്തിയപ്പോൾ എനിക്ക് വളരെ പ്രധാനമായി തിരിച്ചറിഞ്ഞ ഒരു കാര്യം, എന്റെ മുൻകാല വിശ്വാസത്തിൽ ഒരിക്കൽ പോലും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക എന്നൊരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയിട്ടേയില്ല. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക, അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഒരു വലിയ ആഗ്രഹം ദൈവത്തിനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്താണ്? എന്റെ ദൈവം ആഗ്രഹിക്കുന്നു എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവന് വേണ്ടി നിലനിൽക്കണമെന്ന്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ദൈവത്തിന് വേണ്ടി ചെലവിടണമെന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒരു ആലോചനയാണ്. ഇത് വളരെ വ്യക്തമായ ഗൗരവമായ ഒരു ആലോചനയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നന്മ വാങ്ങാൻ, ഇപ്പോൾ നമ്മൾ ജോലിക്ക് കൂലി വാങ്ങുന്നത് പോലെ, കർത്താവെ ഞാൻ നിന്നെ ആരാധിച്ചു, ഇത്ര ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വന്നു, ഇത്ര ദിവസം ഞാൻ ഉപവാസം എടുത്തു. അതാണ് പരീശൻ പറയുന്നത്. ഞാൻ അവനെ പോലൊന്നുമല്ല, ഞാൻ കൃത്യമായി ഉപവാസം എടുക്കുന്നുണ്ട്, ഞാൻ പള്ളിക്ക് കൊടുക്കേണ്ട പള്ളിക്ക് കൊടുക്കുന്നുണ്ട്, ദശാംശം വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം. എന്നാൽ ഇതൊന്നും ചെയ്യാത്തവൻ, ചുങ്കക്കാരൻ, ഇപ്പൊ നോക്ക്, അവന്റെ ജീവിതം ദൈവത്തോട് നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചെടുക്കാൻ അവൻ ആഗ്രഹിച്ച് കോൺസ്റ്റന്റ് ആയ ഒരു റിലേഷൻഷിപ്പ്, സ്ഥിരമായ ഒരു റിലേഷൻഷിപ്പ് ദൈവത്തോട് തുടരുവാൻ അവൻ താല്പര്യപ്പെട്ടതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി ആലയം വിട്ട് കടന്നുപോയി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. വളരെ വ്യക്തമാണ്, ദൈവത്തിൽ നിന്ന് ഐശ്വര്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുമ്പോൾ അതൊരു ഷോർട്ട് ടൈമായി ലഭിക്കും എന്നുള്ള മനോഭാവം നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ന് ദൈവത്തെ അറിഞ്ഞു അന്നു മുതൽ നമ്മുടെ മരണം വരെയും
ആ ദൈവിക ബന്ധത്തിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് നാം മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് വേണ്ടുന്ന നന്മകൾ ഇന്ന് ദൈവത്തിന്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, നാളെയെക്കുറിച്ച് നീ ഭാരപ്പെടരുത്, നാളത്തെ ദിവസത്തിൽ നീ എന്ത് ചെയ്യുമെന്നോർത്ത് നീ വിചാരപ്പെടരുത്. ഇന്ന് ദൈവം തമ്പുരാൻ നിനക്ക് ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വേണ്ടുന്നതും അവൻ കരുതിക്കൊള്ളും. പക്ഷേ അവനോടുള്ള ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവനോടുള്ള ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ നിലനിന്ന ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിശ്വസ്തരാണെങ്കിലും ഞാൻ അവിശ്വസ്തനാകുന്നില്ലെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം എത്ര അധികമായി നമ്മെ സ്നേഹിക്കുന്നവനാണ്, എത്ര അധികമായി നമ്മെ പരിപാലിക്കുന്നവനാണ്. അവന്റെ മുമ്പിലേക്ക് നമുക്ക് നമ്മെ തന്നെ കൊടുക്കാം. കേട്ട വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നന്മ വേണമോ, ദൈവത്തോട് ചേർന്നങ്ങ് നിന്നുകൊള്ളുക. പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവനറിയാം നമുക്ക് എന്തൊക്കെ നന്മകൾ വേണമെന്ന്. അവനറിയാം നമുക്ക് ഏതൊക്കെ ഐശ്വര്യങ്ങൾ ദൈവം തരണമെന്ന്. അത് തരുവാൻ ഒരിക്കലും മടി കാണിക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവനോട് ചേർന്ന് നമുക്ക് നിൽക്കാം, നമ്മുടെ വിശ്വാസം പണിയാം. ദൈവത്തിനായി നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ നമ്മൾ ശ്രമിക്കുക. അനുഗ്രഹങ്ങൾ മുഴുവൻ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുക. അതിനുവേണ്ടി ജീവിതം ക്രമപ്പെടുത്തുക. കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ മുൻപില് മനോഹരമായ ദിവസം ശനിയാഴ്ച ദിവസമാണ്. പെട്ടെന്നാണ് ഓരോ ആഴ്ചകൾ നമ്മളെ വിട്ട് കടന്നു പോകുന്നത്. പുതിയ പുതിയ ആഴ്ചകളിലേക്ക് വരുന്നു, പുതിയ വർഷത്തിലേക്ക് വരുന്നു, പുതിയ മാസത്തിലേക്ക് വരുന്നു. നമ്മുടെ തമ്പുരാന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കും. ഇന്ന് നമ്മൾ എല്ലാ ശനിയാഴ്ചയും നമ്മൾ പ്രധാനമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മുൻപിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പരിചയത്തിൽ മക്കളില്ലാത്ത ദമ്പതികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ സ്വന്തമായി വീടോ വസ്തുക്കളോ ഇല്ലാത്ത, ഒരുപക്ഷെ നിങ്ങളുടെ പരിചയത്തിൽ നിന്ന് അങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ട്, ഞങ്ങളാകുന്ന ഹൈറേഞ്ച് മേഖലകളിൽ ഒത്തിരി ആളുകൾക്ക് സ്വന്തമായി വസ്തു ഇല്ലാത്തവരും സ്വന്തമായി വീടില്ലാത്തവരുമുണ്ട്. അവിടെ നിശ്ചയമായും അങ്ങനെയുള്ളവരെ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ഇടിവിൽ നിൽക്കാം. സ്വന്തമായി സ്ഥിര വരുമാനമുള്ള ജോലിയില്ലാത്തവർ നമ്മുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കടബാധ്യതയാൽ ഭാരപ്പെടുന്നവർ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കുടുംബ തകർച്ചയിലൂടെ കുടുംബ ബന്ധങ്ങൾ തകർന്ന്, ഭാര്യ-ഭർതൃബന്ധം തകർന്ന്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തകർന്ന്, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം തകർന്ന് വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് മധ്യസ്ഥം ചെയ്യാം. അതോടൊപ്പം തന്നെ PSC എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആളുകളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. PSCയുടെ ഒരുപാട് ലിസ്റ്റുകൾ ക്യാൻസലായിപ്പോയി, റാങ്ക് ലിസ്റ്റുകൾ. അതിലൂടെ വേദനപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ നിൽക്കുന്ന എസ്റ്റേറ്റ് മേഖലകൾക്ക് വേണ്ടി ദയവായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ. എസ്റ്റേറ്റ് മേഖലകളിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉള്ളതാണ്. ആവശ്യം പോലെ സാമ്പത്തികമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനായി നിവൃത്തിയില്ലാത്ത ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകളാണ്. ഈ മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അനേക സഹോദരങ്ങൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. വിദേശത്ത് ചെയ്തുകൊണ്ടിരുന്നവർ തിരികെ വന്നു മടങ്ങിപ്പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമുക്ക് നമ്മുടെ ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം തമ്പുരാൻ നമ്മളെ വഴി നടത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ലൈവായി പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൊച്ചമ്മ പേരുകൾ വായിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൊച്ചമ്മയെ ഞാൻ അതിനായിട്ട് സ്വാഗതം ചെയ്യും. ദൈവകരങ്ങളിലേക്ക് ആലീസ് പ്രിയിലെത്തുന്ന പ്രിയ ആന്റിയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആഷ്ബി ബിനോയി ദമ്പതികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ തിരുസാന്നിധ്യം തന്റെ മക്കളുടെ മേലുണ്ടാകണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒമന സിബി എന്ന പ്രിയ ആന്റിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമോട് അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അവരുടെ ഭാവികളെ ദൈവം കരുതിക്കൊള്ളണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മേജി എബ്രഹാം എന്ന പ്രിയ ആന്റിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിന്റെ മകളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ ഇവിടെ അനുഗ്രഹിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. സോണിയ സഞ്ജയ് എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറമ്മ ചോടുന്ന പ്രിയ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇന്ന് നടക്കുന്ന ബെറിയൽ സർവീസിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് എലിയമ്മ സാമുവൽ എന്ന പ്രിയ ആന്റിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മകളുടെ മേലും ഉണ്ടാകണം. ആവശ്യങ്ങളിൽ കൂടിയിരിക്കണം. ദൈവമേ,
നന്മകളാൽ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. അന്നമാ തോമസ് എന്ന പ്രിയാന്തിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തോമസ് അങ്ങളിലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മകന്റെ മേലുണ്ടാകണം, പോകുന്ന സൗഖ്യത്തെ കൊടുക്കണം. ജുവാൻ മോനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. അനു തോമസ് എന്ന ടീച്ചറിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മകളുടെ മേലുണ്ടാകണം, യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹത്തെ ചുരിയണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ശാരീരിക ബലഹീനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ജോൺ എന്ന പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മകന്റെ മേലുണ്ടാകണം, യേശുവിന്റെ തുടങ്ങമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ചാക്കോ എന്ന പ്രിയ സഹോദരനെ കുടുംബമായ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ആവശ്യങ്ങളിൽ കൂടിയിരിക്കണമേ, ദൈവിക നന്മകളാൽ അവിടെ നിറയ്ക്കണമേ. കർത്താവെ, ഈ മാസം അവസാനം വിദേശത്തേക്ക് കടന്നു പോകാനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം തക്ക സമയത്ത് വഴികളെ വഴികളെ തുറന്ന് ദൈവം തമ്പുരാൻ അവർക്ക് സമർപ്പിച്ച അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. കുടുംബമായ നിന്റെ മകനെ അവിടുന്ന് കാത്തു പരിപാലിക്കണം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അനുഗ്രഹിക്കണം. ഉപജീവന മാർഗ്ഗ വഴികളെ വാതിലുകളെ തുറക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഡേവിഡ് ജോർജ് എന്ന പ്രിയ സഹോദരനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ ഭാവികളെ എന്റെ ദൈവം കരുതിക്കൊള്ളണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സജ്ജിയെ കുടുംബമായി കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നിന്റെ മക്കളുമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടാകണം. പ്രത്യേകിച്ച് ശാരീരിക ബലഹീനതയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മകന്റെ മേൽ ഉണ്ടാകണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. റോയ് റോബർട്ടിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. നിന്റെ മകന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ ഇവിടെ അനുഗ്രഹിച്ച് കാത്ത് ബലപ്പെടുത്തണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സാമേലം സുരനാട് പ്രിയ സഹോദരനെയും സമർപ്പിക്കാം. ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബീന കുരുളായ ദൈവകരങ്ങളിൽ കുടുംബമായി സമർപ്പിക്കാം. നിന്റെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. സുജ ബ്ലസിനെ കുടുംബമായ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ. നിന്റെ മക്കളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തി ബെറ്റി ജോൺസൺ എന്ന പ്രിയ സഹോദരിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. വർഗീസിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിന്റെ മക്കളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വിജയ ടോം സാറിനെ കുടുംബമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുതലും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. രജി വർഗീസ് എന്ന പ്രിയ സഹോദരനെ കുടുംബമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലിസ രജിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ ദൈവമേ നിന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യവും കരുതലും ഉണ്ടാകണമേ. ശാരീരിക ബലഹീനതയിലായിരിക്കുന്ന പ്രിയ സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായി യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തെ ഈ നാളുകളിൽ എന്റെ ദൈവം കൊടുത്തുകൊള്ളണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ജോർജ് ബിജുവിനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ മകന്റെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയ സുമേഷിനെ സമർപ്പിക്കാം. ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകണമേ നോർത്ത് പ്രാർത്ഥിക്കാം. മോനെ ദൈവകരങ്ങൾ കുടുംബമായി സമർപ്പിക്കാം. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഷിജി സാബുവിനെ കുടുംബമായ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ. നിന്റെ മകളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. കുടുംബമായി അനുഗ്രഹിക്കണം. ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ നോർത്ത് പ്രാർത്ഥിക്കാം. സിജി ജോസഫിനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അനുഗ്രഹിക്കണമേ നോർത്ത് പ്രാർത്ഥിക്കാം. ശൈലിത സാഹിത്യത്തിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. നിന്റെ മകളുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നോർത്ത് പ്രാർത്ഥിക്കാം. നെബു ജോൺ മാത്യു ദൈവകരങ്ങൾ പ്രിയ സഹോദരനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശ്രീകലാക്കെ ഗോപാൽ പ്രിയ സഹോദരി കുടുംബമായ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കാം. ചാക്കോയെ കുടുംബമായ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ. നിന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. മാത്യു എം ജോൺ പ്രിയ സഹോദരനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. നിന്റെ മകന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം. ജിഷ ബിനോയെ കുടുംബമായ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ആവശ്യങ്ങളെ സമർപ്പിക്കാം. സിസിലി റോയിയെ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നോർത്ത് പ്രാർത്ഥിക്കാം. ജിരി തോമസിനെ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ. നിന്റെ മക്കളുടെ മേലും ആവശ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വെളിപ്പെടുത്തണം. ദൈവിക നന്മകളാൽ അവിടെ നിറയ്ക്കണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സൂസൻ ജോർജിനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോർജ് മാത്യു എന്ന പ്രിയ സഹോദരനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ മേലും ഉണ്ടാകണമേ നോർത്ത് പ്രാർത്ഥിക്കാം. ശ്രീ ഷാജിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കുടുംബമായി കാക്കണമേ, അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ നോർത്ത് പ്രാർത്ഥിക്കാം. ബിജു തങ്കച്ചിനെ ദൈവകരങ്ങൾ കുടുംബമായി സമർപ്പിക്കാം. നിന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ നോർത്ത് പ്രാർത്ഥിക്കാം. എസ്തർ ഡേവിഡിനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. കുടുംബമായി അനുഗ്രഹിച്ച് കാത്തുപെടുത്തണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് അജുമോൻ ചെറിയാനെ സമർപ്പിക്കാം. കടഭാരങ്ങളിൽ നിന്നല്ല മറുപിടുതലിന്റെ ദൈവമേ നാളുകൾ കൊടുക്കുന്ന മക്കളുടെ ആവശ്യങ്ങളുടെ ശക്തമായ ഇടപെടലിനെ നോക്കി പ്രാർത്ഥിക്കാൻ. നമ്മൾ അഗ്ലാടിയ കുടുംബമായ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഏലിയ മാറ്റി ജേക്കബ് എന്ന പ്രിയ സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണം. കർത്താവേ നിന്റെ മക്കളുടെയും ആവശ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക്
ജോസഫ് സുന്ദരേശൻ സാറിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശാരീരിക ബലഹീനതയിലായിരിക്കുന്ന മകന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന് അനുഗ്രഹിച്ച് കാത്ത് ബലപ്പെടുത്തണമേ നോട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. സതീഷ് കുമാർ എന്ന പ്രിയ സഹോദരനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. മദൻ ഗോപാൽ ദൈവകരങ്ങളിലേക്ക് പ്രിയ സഹോദരനെ സമർപ്പിക്കാം. കലാ ജോൺസിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സജി കുമ്പളാമ്പയ്യ പ്രിയ സഹോദരനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ജോൺസൺ ജോർജിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കുടുംബമായി അനുഗ്രഹിച്ച് കാത്തു ബലപ്പെടുത്തണമേ നോട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുമോൻ സി കെ പ്രിയ സഹോദരനെ കുടുംബമായ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സൈമനെ കുടുംബമായ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. മകന്റെ കച്ചവട സ്ഥാപനങ്ങളെ ജീവന മാർഗങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ നോട്ട് പ്രാർത്ഥിക്കാം. സുരേഷ് ബാബുവിനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. മകന്റെയും ആവശ്യങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നോട്ട് പ്രാർത്ഥിക്കാം. അശോക് പൈലവയെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഗിഫ്റ്റ് ചെറിയാനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കാം. ഇസ വർഗീസിനെ ദൈവകരങ്ങൾ കുടുംബമായി സമർപ്പിക്കാം. നിന്റെ മകളുടെ ആവശ്യങ്ങളുടെ മേൽ കുടുംബമായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. പ്രാർത്ഥന ആവശ്യപ്പെട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് തക്ക സമയത്ത് ഇടപെടണമേ നോട്ട് പ്രാർത്ഥിക്കാൻ. സാം തോമസ് സാറിനെ വിജുകൊച്ചുമേ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ. അതിന്റെ മക്കളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ. ജോസ് ഡാനിയൽ പ്രിയ സഹോദരനെ കുടുംബമായ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ. മിനിഷാജിയെ കുടുംബമായ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കാൻ. ദൈവകരങ്ങളാൽ അവിടുന്ന് കാവൽ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ നോട്ട് പ്രാർത്ഥിക്കാം. മാമൻ വർഗീസിനെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ മകന്റെയും ആവശ്യങ്ങൾ കുടുംബമായ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നോട്ട് പ്രാർത്ഥിക്കാം. അർച്ചന സജുവിനെ ദൈവകരങ്ങൾ കുടുംബമായി സമർപ്പിക്കാം. അനീച്ചിറക്കിലോട് പ്രിയ സഹോദരനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മക്കളുടെ മേൽ ഉണ്ടാകണമേ നോട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞമാബി ദൈവകരങ്ങൾ പ്രിയ സഹോദരിയെ സമർപ്പിക്കാം. ബാബുവിനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോസഫ് ബി പ്രിയ സഹോദരനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അലക്സാണ്ടർ ഉമ്മൻ പ്രിയ സഹോദരനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മക്കളുടെ മേൽ ഉണ്ടാകണമേ നോട്ട് പ്രാർത്ഥിക്കാം. സുമാ സന്തോഷിനെ ദൈവകരങ്ങൾ കുടുംബമായി സമർപ്പിക്കാം. ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ നോട്ട് പ്രാർത്ഥിക്കാം. ജുബിയ സുബീഷിനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ജിജുമോൾ അമ്പാട്ടിനെ കുടുംബമായ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. എലിയാമ തോമസ് എന്ന പ്രിയ സഹോദരിയെ ദൈവകരങ്ങൾ കുടുംബമായി സമർപ്പിക്കാം. ജയ് മോഹൻ പ്രിയ സഹോദരനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഷേലി പണിക്കറിനെ കർത്താവിന്റെ കരങ്ങൾ കുടുംബമായി സമർപ്പിക്കാം. പീറ്റർ ബേബി ദൈവകരങ്ങളിലേക്ക് പ്രിയ സഹോദരനെ കുടുംബമായി സമർപ്പിക്കാം. മറിയാമ്മ സത്യൻ പ്രിയ സഹോദരന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണമേ നോട്ട് പ്രാർത്ഥിക്കാം. എലിസബത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ നോട്ട് പ്രാർത്ഥിക്കാം. സുജ ഉമേഷിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ സഹോദരിയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കൊറോണയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. എന്റെ ദൈവത്തിന്റെ കരുതൽ നിന്റെ മകളുടെ മേലുണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്റെ മകളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ നോട്ട് പ്രാർത്ഥിക്കാം. ജിൻസി എലിസബത്തിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ. ദൈവകരങ്ങളിലേക്ക് സാബു പനമുട്ടലിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. ദൈവമേ നിന്റെ മകന്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണമേ നോട്ട് പ്രാർത്ഥിക്കാം. ഈപ്പനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ തിരു സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ ഉണ്ടാകണമേ നോട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ. ദൈവകരങ്ങളിലേക്ക് രചിത സാറാ മാത്യുവിനെ സമർപ്പിക്കാം. കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. കുഞ്ഞുങ്ങളെ ദൈവം കരുതണമേ നോട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഷിജി സന്തോഷിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മക്കളുടെ മേൽ ഉണ്ടാകണമേ. യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ നോട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. സോലിയ ബൈജുവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് അനുഗ്രഹിക്കണമേ നോട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. വിനോദ് കുമാറിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കടഭാരത്തിൽ നിന്ന് വിടുതലിന്റെ ദൈവം നിന്റെ മകന് കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ വീട് പണിയുടെ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ തിരുസാന്നിധ്യം കൊണ്ട് വെളിപ്പെടുത്തണമേ നോട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. സൂസൻ റൻസിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ നോട്ട് പ്രാർത്ഥിക്കാം. ആശാബാബുവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഡാനിയൽ സാറിനെ അമ്പിളി കൊച്ചുമിയെ കുടുംബമായ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ത്രോട്ട് ഇൻഫെക്ഷൻ ക്യാൻസർ മൂലം ഭാരപ്പെടുന്ന സജ്ജി എന്ന പ്രിയ സഹോദരനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നോക്കി പ്രാർത്ഥിക്കാം. സലാമിഷിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. നിന്റെ മകളുടെ മേലും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തെ ചൊരിയണമേ നോക്കി പ്രാർത്ഥിക്കാം. തോമസ് വർഗീസ് സാറിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ. നിന്റെ മകന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടുത്തണമേ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് പേളി ജേക്കബിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോയ്സി ഈപ്പനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എസി ബാബുവിനെ കുടുംബമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സതീശം പ്രിയ സഹോദരനെ കുടുംബമായ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് തോംസൺ റോബിൻസൺ പ്രിയ സഹോദരനെ സമർപ്പിക്കാം. മിനുലിയ ബിജുവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മക്കളെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ ഭാവിയുടെ ദൈവം കരുതലമേ നോത്ത് പ്രാർത്ഥിക്കാം. ഷെറിൻ കാർത്തികേയനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സെൻജോയെ കർത്താവിന്റെ കരങ്ങളിൽ കുടുംബമായി സമർപ്പിക്കാം. ജാൻസി റാണിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലിസി റജി ദൈവകരങ്ങളിലേക്ക് നിന്റെ മക്കളെ കുടുംബമായി സമർപ്പിക്കാം. ബിന്ദു ജോസിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്ന് നമ്മുടെ ഈ
ഷിബു ശശിധരനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ ലൈവ് പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ ദൈവമേ നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് ഉപജീവന മാർഗങ്ങൾക്ക് ദൈവമേ വഴിയില്ലാതെ ഭാരപ്പെടുന്ന നിന്റെ മക്കളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ തിരുസാന്നിധ്യം എല്ലാ വ്യക്തികളുടെ മേലും ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഓർത്തുകൊണ്ട് നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് ദൈവമേ പേര് പറയപ്പെട്ടതായ എല്ലാ വ്യക്തികളെയും ദൈവമേ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവമേ അവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മക്കളുടെ മേലുണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ അവിടെ അനുഗ്രഹിക്കണം. ദൈവിക കരങ്ങളാൽ കർത്താവേ നിന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മേലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഉപജീവന മാർഗങ്ങൾക്ക് കർത്താവെ വഴികളെ വാതിലുകളെ തുറന്നുകൊള്ളണമേ. കർത്താവെ കൊറോണയുടെ സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ട് പ്രയാസത്തിലും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്നതിന്റെ മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജോലി കാര്യങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിലൂടെ നന്ദി ചൊരിയണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മക്കളോടൊപ്പം ഉണ്ടാകണമേ. കർത്താവെ, രോഗികളായി ഭാരപ്പെട്ട ബലഹീനതയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ എല്ലാവിധ നന്മകളെ കൊണ്ടും അവിടുന്ന് നിറയ്ക്കണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ കരം തക്ക സമയത്ത് എന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അവിടെ ഇടപെട്ട് കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ അവരുടെ എല്ലാവരെയും അവിടുന്ന് മറച്ചു കൊള്ളണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവ് വഴിയുള്ള കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. വാർദ്ധക്യ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മക്കളോടൊപ്പം ഉണ്ടാകണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവമേ പ്രത്യേകിച്ച് ഓൺലൈൻ പഠന കാര്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മക്കളോടൊപ്പം ഉണ്ടാകണമേ. ദൈവിക നന്മകളെ കൊണ്ട് ഇവിടുന്ന് നിറയ്ക്കണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കർത്താവിന്റെ കൃപകളിൽ ആശ്രയിച്ച് ദൈവമേ ആയിരിക്കാൻ ഈ നാളുകളിൽ എന്റെ ദൈവം എല്ലാവരെയും അവിടെ ഇടയാക്കിക്കൊള്ളണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മക്കളുടെ മേലുണ്ടാകണമേ നോർത്ത് പ്രാർത്ഥിക്കുന്നു. വീടില്ലാതെ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം തക്ക സമയത്ത് ഇടപെടണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബജീവിതത്തിന്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുതലിന്റെ ദൈവമേ അങ്ങനെയുള്ളവരുടെ മേൽ ഉണ്ടാകണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാപിതാക്കളെ കരുതാത്ത മക്കളെ കർത്താവെ, മക്കളെ കരുതാത്ത മാതാപിതാക്കളെ അങ്ങനെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, സകലരുടെയും ആവശ്യങ്ങളുടെ മേലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെട്ട് യേശുവിന്റെ നന്മകളാൽ അവിടുന്ന് സകലരെയും വഴി നടത്തിക്കൊള്ളണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാലം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ആവശ്യങ്ങൾ കൂടെ ഇരിക്കണം. ദൈവമേ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആവശ്യമാകുന്ന ദൈവിക കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി തരണമേ നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കുന്ന കർത്താവേ, പ്രാർത്ഥനയുടെ സ്തോത്രം സകലവും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ പ്രഭാത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും ദൈവത്തോട് ഒന്ന് പങ്കുവയ്ക്കുക, അനേകർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ ദൈവം തന്ന ഈ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ സമയം വരെയും അങ്ങയുടെ വിലയേറിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു. കർത്താവ്, ഇനി തിങ്കളാഴ്ച മുതൽ തുടർന്നും ഞങ്ങളുടെ ആരാധന ഞങ്ങൾ ദൈവസന്നിധിയിൽ തുടരും. സർവശക്തനായ ദൈവം തമ്പുരാന്റെ കാരുണ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധം വല്ലപ്പോഴുമുള്ള ബന്ധമാകാതിരിക്കാൻ കോൺസ്റ്റന്റായ, സ്ഥിരമായ, നിലനിൽക്കുന്ന ഒരു ബന്ധം ദൈവത്തോട് കെട്ടിപ്പൊക്കുവാൻ, അങ്ങനെ ഇന്ന് തിരുവചനം കേട്ടതുപോലെ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ എന്തൊക്കെ നന്മകൾ നമുക്ക് വേണമെന്ന് തീരുമാനിച്ച് അത് അനുഗ്രഹമായി നമുക്ക് നൽകുന്നവനായ ഒരു കർത്താവുണ്ടല്ലോ. ആ കർത്താവിനോട് ഒന്നും ചോദിക്കേണ്ടതില്ല. അവനോട് ചേർന്ന് നടന്നാൽ, അവന്റെ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിന്നാൽ നമുക്ക് വേണ്ടുന്ന നന്മകളെ കൃത്യസമയത്ത് നമുക്ക് തരുന്ന ഒരു ദൈവം ഉണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉറച്ചു നിന്നപ്പോൾ നിനക്ക് വേണ്ടുന്ന ഐശ്വര്യം തരുമെന്ന് വാക്ക് പറഞ്ഞവൻ, ആ വാക്ക് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, നിന്നോട് ചേർന്ന് ഞങ്ങൾ നടക്കും. നിന്റെ മുൻപിൽ ഞങ്ങൾ വിശ്വസ്തത ആചരിച്ച് ജീവിക്കും. ദൈവം തമ്പുരാന്റെ ശക്തമുള്ള കരം ഞങ്ങൾക്ക് അനുകൂലമായി ഇടപെട്ട് ഞങ്ങളെ വഴി നടത്തണം. കൃപയാ നിറയ്ക്കണം. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും അങ്ങ് നന്മ പകരണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ആലീസ് പുള്ളിയിലേത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ പുള്ളിയിലേത്ത് കുടുംബം മുഴുവൻ കർത്താവെ ബറിയൽ സർവീസിന്റെ ഒരുക്കങ്ങളിലാണ്. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ മക്കൾക്ക് എന്നും ബലമായി ഓമന ആന്റിയുടെ മേൽ, അമ്മണി ആന്റിയുടെ മേൽ, അതോടൊപ്പം തന്നെ കർത്താവെ ആമേൻ, നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വ്യക്തികളും ആലീസ് ആന്റിയുടെ മേൽ ദൈവം തമ്പുരാന്റെ കൃപ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്രദർ വിനോദ് കുമാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരൻ വിനോദ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ കാണുന്നില്ല.
അദ്ദേഹത്തിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കടബാധ്യതയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വർഗപിതാവിന്റെ അനുഗ്രഹം തക്ക സമയത്ത് ദൈവം തന്റെ മകനിൽ വെളിപ്പെടുത്തണമേ. കർത്താവ് ഇന്ന് പ്രാർത്ഥന പങ്കെടുക്കാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന, ഇപ്പോൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഈ പ്രാർത്ഥന കാണുന്ന ഓരോ വ്യക്തികളെയും ചേച്ചി കർത്താവെ, അനു തോമസ് ടീച്ചറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്പർശം നിന്റെ മകൾ ഏറ്റെടുക്കാൻ, അനുഭവിക്കാൻ, സൗഖ്യത്തോടു കൂടി നടക്കുന്നത് കാണുവാൻ ദൈവം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഒരിക്കൽ കൂടി കർത്താവെ, ഞങ്ങൾ ഇനി തിങ്കളാഴ്ച രാവിലെയാണ് 5:45 മുതൽ 6 വരെയുള്ള സമയം നിന്റെ മുൻപാകെ ഒരുമിച്ച് വരും. ഞങ്ങളുടെ കൂടിവരവിൽ നിന്നെ വിട്ടു മാറാതെ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, ഞങ്ങളുടെ ഹൃദയം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം തമ്പുരാൻ ഇടവരുത്തണം. മഹത്വം എടുക്കണം. നിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. യേശു തമ്പുരാന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കണമേ. രാജ്യം സ്വർഗത്തിലെ ഫലപ്രദമാണ്. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷകളെ സാധിച്ചു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് അനുഗ്രഹം ഇന്നു മുതൽ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വരുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നു. ഇനി തിങ്കളാഴ്ച 5:45 മുതൽ വീണ്ടും നമുക്ക് തുടരെ ഈ പ്രാർത്ഥന പങ്കെടുക്കാൻ. നാളെ ഞാൻ എന്റെ ഉപസഭയിൽ ആരാധനയ്ക്ക് പോകേണ്ടുന്ന ദിനമാണ്. അതുകൊണ്ട് ഉപസഭയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് ഒരുപക്ഷെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റുമെന്ന് സംശയമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ തിങ്കളാഴ്ച കൃത്യം 5:45 മുതൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. God bless you all. Thank you so much.